ഒരു മാസം ഫുള്ള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാസം അവസാനമാകുമ്പോഴേക്കും അക്കൗണ്ടിൽ സാലറി കയറാൻ അല്ലേ? എന്നാൽ സാലറി വാങ്ങി 10 ദിവസത്തിനുള്ളിൽ തന്നെ പലരുടെയും അക്കൗണ്ട് കാലിയായിട്ടുണ്ടാവും. ഒരു വ്യക്തി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മാസാമാസം സാലറി വരുമ്പോൾ. എന്നാൽ അതേസമയം അയാൾക്ക് എത്ര പാസീവ് ഇൻകം ഉണ്ട് എന്ന ബേസിലാണ് അയാൾക്കുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ റെഗുലറായി ജോലി ചെയ്ത് ഇൻകം വാങ്ങുന്നതിനെ ആക്റ്റീവ് ഇൻകം എന്ന് പറയും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സ്കില്ലിനെ യൂസ് ചെയ്യുന്നതിനെയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ആക്റ്റീവ് ഇൻകത്തേക്കാൾ കൂടുതൽ നിൽക്കേണ്ടത് നമ്മുടെ പാസീവ് ഇൻകം ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 90% ആളുകളും അവരുടെ മെയിൻ ഇൻകത്തിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ വരുമാന മാർഗം കൂട്ടാം. സോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ 9 to 5 ജോബാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, 6 to 9 PM എന്ന സൂപ്പർ ടൈം പീരീഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ 3 മണിക്കൂർ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ആക്റ്റീവ് ഇൻകത്തേക്കാൾ നിങ്ങളുടെ പാസീവ് ഇൻകം നിങ്ങൾക്ക് കൂടുതലായി കൊണ്ടുതരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ ആ ജോലി വിട്ടെറിഞ്ഞ് നമ്മുടെ സുഖമായി നമ്മുടെ പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് കയറാം. നോർമലി പലരും ഇത് ചെയ്യാൻ മടിക്കുന്നത് സത്യം പറഞ്ഞാൽ മടിയായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. ആ 3 മണിക്കൂറാണ് നമ്മുടെ ഏറ്റവും ബലപ്പെട്ട സമയം. എന്താണ് നമ്മൾ ആ 3 മണിക്കൂർ ചെയ്യേണ്ടത്? ഞാൻ പറയും, ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. എൻ്റെ അടുത്താണ് നിങ്ങൾ അഭിപ്രായം ചോദിച്ചത് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, യൂട്യൂബിൽ സക്സസ് ആവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സന്തോഷത്തിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച് അങ്ങോട്ട് 1 രൂപ ചെലവില്ലാതെ ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും സമയം ഫോക്കസ് ആയി കണ്ടു എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ചെറുതല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പരമായി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിച്ചാൽ മതി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരുന്നു. യൂട്യൂബിൽ സക്സസ് ആയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും നിങ്ങളുടെ ലെവൽ മാറാൻ പോകുന്നത്.